അള്ളാഹു ഏകനാണ്. ഏകനായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും ആഹ്വാനം നൽകിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികൾക്കുമെതിരെ മക്കയിലെ ശത്രുക്കൾ ആക്രമണം അയച്ചുവിട്ടു. ആക്രമണവും പീഡനവും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ സർവ്വസമ്പാദ്യങ്ങളും അവർ മക്കയിൽ തന്നെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്തു. ഇതിനെയാണ് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മക്കയിൽ ഉപേക്ഷിച്ചു പോയ സമ്പാദ്യങ്ങളെല്ലാം പിടിച്ചെടുത്ത മക്കയിലെ ഖുറൈശികൾ ഒരു വലിയ ഫണ്ട് രൂപീകരിക്കുകയും പ്രസ്തുത മൂലധനം വ്യാപാരത്തിനുപയോഗിച്ച് ലാഭമുണ്ടാക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും നശിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ശത്രുക്കളുടെ ഈ തീരുമാനം മുഹമ്മദ് നബിക്കും അനുയായികൾക്കും കൂടുതൽ പ്രതിസന്ധിയുണ്ടാക്കി. ഈ ഗൂഢനീക്കത്തെ തടയാൻ മുഹമ്മദ് നബിക്ക് മുമ്പിൽ ഒരേ ഒരു മാർഗം മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. മദീന വഴി സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന ഖുറൈശികളെ തടയുക, കിട്ടാവുന്ന തങ്ങളുടെ സമ്പാദ്യം തിരിച്ചു വാങ്ങുക എന്നതായിരുന്നു ആ മാർഗം. തുടർന്ന് മക്കയിലെ കച്ചവട മേധാവിയായ അബൂ സുഫിയാൻ്റെ സംഘം സിറിയയിലേക്ക് കച്ചവടത്തിന് പുറപ്പെട്ട വിവരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അറിഞ്ഞു. അവരെ തടയാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഒരു സംഘം മുസ്ലിങ്ങൾ മദീനയുടെ അതിർത്തി പ്രദേശത്തേക്ക് നീങ്ങിയതായ വിവരം ശത്രുക്കൾ അറിഞ്ഞു. എന്നാൽ ഈ വിവരം മനസ്സിലാക്കിയ കച്ചവട സംഘം വഴിമാറി സഞ്ചരിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ മക്കയിലെത്തിയ ശത്രുപക്ഷത്തുള്ള ഒരു ദൂതൻ തെറ്റായ സന്ദേശം നൽകി മക്കയിൽ പറഞ്ഞു പരത്തി മുഹമ്മദും അനുയായികളും യുദ്ധത്തിനായി പുറപ്പെട്ടുവെന്നും അവരെ നേരിടാൻ സർവസജ്ജരാകണമെന്നും പറഞ്ഞു. തെറ്റായ സന്ദേശം കിട്ടിയ മക്കയിലെ ഖുറൈശികൾ 1000-ലധികം ആളുകളെ സംഘടിപ്പിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും യുദ്ധം ചെയ്ത് നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം ഒരു യുദ്ധമായിരുന്നില്ല, മറിച്ച് കച്ചവട സംഘത്തെ തടയുക മാത്രമായിരുന്നു. ഒരു യുദ്ധം ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനുള്ള തയ്യാറെടുപ്പുകളും മുസ്ലിങ്ങൾ നടത്തിയിരുന്നില്ല. പക്ഷേ കച്ചകെട്ടി ഇറങ്ങിയ ശത്രുക്കളുടെ മുമ്പിൽ ഭീരുക്കളായി തിരിച്ചു പോകാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞില്ല. അവർ രണ്ടും കൽപ്പിച്ച് ശത്രുക്കളെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. അതിനുവേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ബദർ എന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടി. സർവ്വ സൈനിക സന്നാഹങ്ങളുമായി എത്തിയ ശത്രുപക്ഷത്തിൻ്റെ പട മികച്ചതായിരുന്നു. അവർ 1000-ലധികം പേരുണ്ടായിരുന്നു. 100 കുതിരകൾ, 170 ഒട്ടകങ്ങൾ എന്നിവയായിരുന്നു. എന്നാൽ മുസ്ലിങ്ങളാകട്ടെ വെറും 313 പേർ മാത്രം. അവർക്കുള്ളത് ആകെ 2 കുതിരകളും 70 ഒട്ടകങ്ങളും. തങ്ങളെക്കാൾ 3 ഇരട്ടി ആളുകൾ നിറഞ്ഞ ശത്രുപക്ഷത്തെ നേരിട്ടാൽ പരാജയം ഏറ്റുവാങ്ങും എന്ന് ഉറപ്പുണ്ടായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയത്ത് അള്ളാഹു മലക്കുകളെ യുദ്ധഭൂമിയിലേക്ക് അയച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും സഹായിച്ചു. യുദ്ധം തുടങ്ങി പ്രഥമ റൗണ്ടിൽ തന്നെ ശത്രുപക്ഷത്തു നിന്ന് പോർക്കളത്തിലെത്തിയ വമ്പന്മാരെ മുസ്ലിങ്ങൾ വകവരുത്തി. പിന്നീട് യുദ്ധം മുന്നോട്ട് നീങ്ങിയപ്പോൾ ചരിത്രം തന്നെ തിരുത്തി എഴുതി. അള്ളാഹുവിൻ്റെ സഹായത്താൽ തങ്ങളെക്കാൾ 3 ഇരട്ടി വരുന്ന ശത്രു സൈന്യത്തെ മുസ്ലിങ്ങൾ പരാജിതരാക്കി. അത് മഹാ അത്ഭുതം തന്നെയായിരുന്നു. ശത്രുപക്ഷത്തു നിന്ന് 70 പേർ വധിക്കപ്പെട്ടു.
മുസ്ലിം പക്ഷത്തു നിന്ന് 14 പേർ രക്തസാക്ഷികളാകുകയും ചെയ്തു. ഈ യുദ്ധത്തിലെ വിജയം മക്കയിലെ ശത്രുക്കൾക്കിടയിൽ മുസ്ലിങ്ങൾക്ക് കൂടുതൽ ആധിപത്യമുണ്ടാക്കി. ബദർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ യുദ്ധം നടന്നത്. അതുകൊണ്ട് ഇതിനെ ബദർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. ബദർ എന്ന ഈ യുദ്ധമുഖം മദീനയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്ററുകൾക്കപ്പുറമാണ്. ഈ യുദ്ധം നടന്നത് ഹിജറ 2-ാം വർഷം റമദാൻ 17-നാണ്. അതായത് AD 624 മാർച്ച് 13-നാണ്. ശത്രുക്കൾ തങ്ങളെക്കാൾ എത്ര ഇരട്ടിയായാലും വിശ്വാസവും ധൈര്യവും മനക്കരുത്തുമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം കൂടെയുണ്ടാകും എന്നതാണ് ബദർ യുദ്ധത്തിൽ നിന്ന് നമുക്കുള്ള പാഠം.